നമസ്കാരം. ഗാസ കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. അടുത്ത 2 മാസത്തെ കൂടി പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞതിന് പിന്നാലെയാണ് ഗാസ കടുത്ത പട്ടിണിയിലേക്ക് കടന്നുപോകുന്നത്. തെക്കൻ ഗാസയിലാണ് പട്ടിണി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ US ആസ്ഥാനമായുള്ള മാനുഷിക സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജി എയ്ഡ് നടത്തുന്ന 2 കമ്മ്യൂണിറ്റി അടുക്കളകളിൽ നിന്നാണ് പലയിടത്തേക്കും ഭക്ഷണം വിതരണം നടത്തുന്നത്. ഇവിടെ 2 മാസത്തെ കൂടി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാനായി പണം ഇല്ലെന്നുമാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി മുതലാണ് ഇസ്രയേൽ ഗാസയിലേക്കുള്ള എല്ലാ വിതരണവും തടഞ്ഞിരുന്നത്. ഇതോടെ ഭക്ഷണ സാധനങ്ങൾക്ക് മാത്രമല്ല ഇന്ധനം, മരുന്നുകൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസ മുനമ്പിലേക്കുള്ള ഭക്ഷണവും വെള്ളവും മറ്റു നിർണായക വിതരണങ്ങളും ഇസ്രയേൽ തുടർച്ചയായി ഉപരോധിക്കുന്നത് 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസയിലെ ആയിരക്കണക്കിന് പലസ്തീൻ കുട്ടികൾ പട്ടിണി ഭീഷണി നേരിടുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. വർഷാരംഭം മുതൽ 9,000-ലധികം കുട്ടികളെ കടുത്ത പോഷക ആഹാരക്കുറവിനെ തുടർന്ന് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ബാലാവകാശ ഏജൻസി അറിയിച്ചിരുന്നു. എന്നാൽ മാർച്ച് ആദ്യം ഇസ്രയേൽ പാലസ്തീൻ എൻക്ലേവിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത്.